എന്തപ്പൻ പാടിയ പാട്ട് കേട്ടും പാടിച്ചോറാണ് എന്നമ്മാലാടിയലാട്ടോ കണ്ടും പാടിച്ചോറാ. ഇവര് ചെയ്ത പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എന്റർടൈനിങ് ആയിരുന്നു. ഒന്നും രണ്ടും പറഞ്ഞ് എന്റെ അമ്മ പോസസീവ്നെസ് ഒക്കെ അവര് കാണിച്ചപ്പോൾ അത് അപ്പൂപ്പനും അമ്മൂമ്മയും കാണിച്ചപ്പോ നല്ല ക്യൂട്ട് ആയിട്ട് അതെ അതെ അതെ. സ്മൂത്ത് ആയിട്ട് സൂതിങ് ആയിട്ടുള്ള ഒരു പാട്ട്, നല്ല രസമായിരുന്നു, നല്ല സുഖമായിരുന്നു. നമ്മുടെ സൂപ്പർ ഫാമിലി ഗംഭീരമായിട്ട് പോണെങ്കിൽ നമ്മുടെ സൂപ്പർ ജഡ്ജ് ഇൻവൈറ്റ് ചെയ്യണം. അപ്പോൾ ജഡ്ജിനെ വളരെയധികം സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മിയ സൂപ്പർ ഫാമിലിയുടെ റെട്രോ റൗണ്ടിൽ ഇന്ന് പെർഫോം ചെയ്യാൻ വരുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു ഫാമിലി തന്നെയാണ്. അപ്പോൾ അവർ റെട്രോ റൗണ്ടിൽ എന്ത് വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് ചെയ്യാൻ പോകുന്നത് അറിയാം. സോ ലെറ്റ്സ് വെൽക്കം ടീം പാട്ടുകൂട്ടം. താനതാനോ താനതാനേ 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 എന്റപ്പൻ പാടിയ പാട്ട് കേട്ടും പാടിച്ചോറാണ് എന്റമ്മാലാടിയലാട്ടോ കണ്ടും പാടിച്ചോറാണ്. എന്റപ്പൻ പാടിയ പാട്ട് കേട്ടും പാടിച്ചോറാണ് എന്റമ്മാലാടിയലാട്ടോ കണ്ടും പാടിച്ചോറാണ്. എന്റപ്പൻ പാടിയ പാട്ട് കേട്ടും പാടിച്ചോറാണ് എന്നമ്മാലാടിയലാട്ടോ കണ്ടും പാടിച്ചോറാണ്. എന്റപ്പൻ പാടിയ പാട്ട് കേട്ടും പാടിച്ചോറാണ് എന്റമ്മാലാടിയലാട്ടോ കണ്ടും പാടിച്ചോറാണ്. പാടിയ പാട്ടുകളെല്ലാം ചെറിന്റെ നേരുകളാണ്, നാടിയ കലാട്ടങ്ങളെല്ലാം കതിരിന്റെ ലാട്ടങ്ങളാണ്. എന്റപ്പൻ പാടിയ പാട്ട് കേട്ടും പാടിച്ചോറാണ് എന്റമ്മാലാടിയലാട്ടോ കണ്ടും പാടിച്ചോറാണ്. കൊട്ടായ കൊട്ടുകളെല്ലാം കൊട്ടിത്തേളിഞ്ഞോറാണ്, കൊട്ടായ കൊട്ടുകളെല്ലാം കൊട്ടിത്തേളിഞ്ഞോറാണ്. എന്റപ്പൻ പാടിയ പാട്ട് കേട്ടും പാടിച്ചോറാണ് എന്റമ്മാലാടിയലാട്ടോ കണ്ടും പാടിച്ചോറാണ്. കാവായ കാവുകളെല്ലാം തിണ്ടി മൂടിച്ചോറാണ്, കാവായ കാവുകളെല്ലാം തിണ്ടി മൂടിച്ചോറാണ്. എന്റപ്പൻ പാടിയ പാട്ട് കേട്ടും പാടിച്ചോറാണ് എന്റമ്മാലാടിയലാട്ടോ കണ്ടും പാടിച്ചോറാണ്. എന്റപ്പൻ പാടിയ പാട്ട് കേട്ടും പാടിച്ചോറാണ് എന്റമ്മാലാടിയലാട്ടോ കണ്ടും പാടിച്ചോറാണ്. എന്റപ്പൻ പാടിയ പാട്ട് കേട്ടും പാടിച്ചോറാണ് എന്റമ്മാലാടിയലാട്ടോ കണ്ടും പാടിച്ചോറാണ്.
ഒന്നും രണ്ടും പറഞ്ഞ് എന്റെ അമ്മുമ്മ അപ്പൂപ്പനായിടഞ്ഞേ കോപമുഴപ്പൂപ്പനെ എന്റെ അമ്മുമ്മ കണ്ണുരുട്ടി കാട്ടി തന്തിന്ന തന്നാനെ തന തന്തിന്നാന തന്നാനെ 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 ഒന്നും രണ്ടും പറഞ്ഞ് എന്റെ അമ്മുമ്മ അപ്പൂപ്പനാകിടഞ്ഞേ കോപമായ അപ്പൂപ്പനെ എന്റെ അമ്മുമ്മ കണ്ണുരുട്ടി കാട്ടി തന്തിന്ന തന്നാനെ തന തന്തിന്നാന തന്നാനെ തന്തിന്ന തന്നാനെ തന തന്തിന്നാന തന്നാനെ അപ്പൂപ്പനൊന്നടിച്ചു എന്റെ അമ്മുമ്മ മുറ്റത്തലച്ചു വീണേ മാനമുള്ള അപ്പൂപ്പനെ എന്റെ അമ്മുമ്മ പാടനെന്നു വിളിച്ചു തന്തിന്ന തന്നാനെ തന തന്തിന്നാന തന്നാനെ തന്തിന്ന തന്നാനെ തന തന്തിന്നാന തന്നാനെ താനെന്നെ തല്ലിയോടോ കിളവ താനെന്നെ തല്ലിയോടോ താനെന്നെ തല്ലിയാല് തന്റെ മിഷ എണ്ണി എണ്ണി പറിക്കും തന്തിന്ന തന്നാനെ തന തന്തിന്നാന തന്നാനെ തന്തിന്ന തന്നാനെ തന തന്തിന്നാന തന്നാനെ താനെന്നെ തല്ലിയോടോ കിളവ താനെന്നെ തല്ലിയോടോ താനെന്നെ തല്ലിയാല് തന്റെ മിഷ എണ്ണി എണ്ണി പറിക്കും തന്തിന്ന തന്നാനെ തന തന്തിന്നാന തന്നാനെ തന്തിന്ന തന്നാനെ തന തന്തിന്നാന തന്നാനെ താനെന്നെ തല്ലിയോടോ കിളവ താനെന്നെ തല്ലിയോടോ താനെന്നെ തല്ലിയാല് തന്റെ മിഷ എണ്ണി എണ്ണി പറിക്കും തന്തിന്ന തന്നാനെ തന തന്തിന്നാന തന്നാനെ തന്തിന്ന തന്നാനെ തന തന്തിന്നാന തന്നാനെ തപ്പി തടയുന്നു അപ്പൂപ്പൻ മുണ്ടൊന്നെടുക്കുന്നു മുണ്ടൊന്നൊടുക്കുന്നു അപ്പൂപ്പന്റെ മുണ്ടൊന്നഴിഞ്ഞിടുന്നു തന്തിന്ന തന്നാനെ തന തന്തിന്നാന തന്നാനെ തന്തിന്ന തന്നാനെ തന തന്തിന്നാന തന്നാനെ തപ്പി തടയുന്നു അപ്പൂപ്പൻ മുണ്ടൊന്നെടുക്കുന്നു മുണ്ടൊന്നൊടുക്കുന്നു അപ്പൂപ്പന്റെ മുണ്ടൊന്നഴിഞ്ഞിടുന്നു തന്തിന്ന തന്നാനെ തന തന്തിന്നാന തന്നാനെ 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 ടീം പാട്ടുകൂട്ടം റെട്രോ റൗണ്ട് അടിപൊളിയാക്കി. ഞാൻ ഇവര് ഓക്കെ റെട്രോ റൗണ്ട് ഇവർക്ക് കൊടുത്തു, ഇവര് വരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചു ആ നാടൻ പാട്ട് റെട്രോ ഇല്ലല്ലോ, ഇവർ എന്ത് പാട്ട് പാടും എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിരുന്നപ്പോ അവിടെയും നിങ്ങളൊരു നാടൻ പാട്ട് തന്നെ ആ 70-80 കാലഘട്ടങ്ങളിലുള്ള ഒരു നാടൻ പാട്ട് എടുത്തു അല്ലെ? നാടൻ പാട്ട് അത്രയ്ക്ക് ഇങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് അവരുടെ, അത് വിട്ടൊരു കളിയില്ല അല്ലെ? അത് ഈ റെട്രോ റൗണ്ട് വന്നപ്പോഴും സിനിമാ പാട്ട് എടുക്കണം തോന്നിയില്ല, ആദ്യം തന്നെ ഇതാണ് മനസ്സിൽ വന്നത്. കാരണം ഈ 70-80 കാലഘട്ടത്തിലേക്ക് പോയപ്പോ നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മുടെ അപ്പനപ്പന്മാർ നമുക്ക് തന്നിരിക്കുകയല്ലേ, പിന്നെ എന്തിനാണ് വേറെ പോകുന്നത്? അതാണ് എല്ലാരും സിനിമ എടുക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആ നാടൻ പാട്ട് എടുക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചു അല്ലെ? അപ്പൊ അവര് അപ്പൂപ്പനും അമ്മൂമ്മയുമാരാണ്? അപ്പൂപ്പനും അമ്മൂമ്മയും ഞങ്ങളുടെ എന്റെ മാമനും എന്റെ വല്യച്ഛന്റെ മോനോടാണ്. ഇവര് ചെയ്ത പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എന്റർടൈനിങ് ആയിരുന്നു. ശരിക്കും നിങ്ങൾ നിക്കണ കാര്യം മറന്നു. പാട്ട് പാടാനാണോ നിക്കണത്, റെട്രോ റൗണ്ട് ആണോ, എന്താ ഞങ്ങൾ മറന്നു. പുള്ളി എല്ലാവരും പുറകെയായിരുന്നു. അവിടെ തോർത്ത് വിരിച്ചിട്ട് ഇവിടെ വന്ന് കിടന്നു അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ആദ്യമേ അവിടെ അമ്മൂമ്മ അവിടെ പോയി, ഇവിടെ അപ്പൂപ്പൻ ഇവിടെ വന്നു, പിന്നെ അമ്മൂമ്മ അവിടെ പോയി, എന്നിട്ട് അതൊക്കെ പറഞ്ഞ് പിടിച്ചോണ്ട് വന്ന് അവര് കൂട്ടൊക്കെയായി ഇങ്ങനെ പോയി. എന്തായാലും നിങ്ങളുടെ ആ റെട്രോ റൗണ്ടില് ആ കാലഘട്ടത്തെ വേഷവിധാനം, ആ മറ്റേ കള്ള് ചെത്തുകാരനെ വന്നിട്ട് ഇങ്ങനെ പൈസ ആദ്യം താ എന്നിട്ട് കള്ള് തരാം, അങ്ങനെയൊക്കെ കള്ള് മേടിച്ചു കുടിക്കുന്നു, പൂസാവുന്നു, അടിപിടി ഉണ്ടാവുന്നു, അതൊക്കെ ഒരു കഥാപരമായിട്ട് തന്നെ ചെയ്തു. നല്ലൊരു മൈമായിരുന്നു. ഒന്നും ഡയലോഗ്സ് ഒന്നും ആവശ്യമില്ലെങ്കിലും അവരുടെ ബോഡി ലാംഗ്വേജ്, അവർ ഈവൻ മുഖം പോലും ഇതല്ലല്ലോ മൂടി വെച്ചിരിക്കുന്നത്, പക്ഷെ അവരുടെ ബോഡി ലാംഗ്വേജിൽ ആ ഓരോ അവരുടെ ഉള്ളിലുള്ള
ആ ദേഷ്യവും അല്ലെങ്കിൽ ആ പരിഭവവും എല്ലാം നമുക്ക് കാണുന്നുണ്ടായിരുന്നു കാലും കയ്യിലും തന്നെ. അത് നല്ലതായിരുന്നു. അത് നല്ല സ്വീറ്റ് റിവെഞ്ച് ആണ്. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ് റിവെഞ്ച് ചെയ്യേണ്ടത്. ആണുങ്ങൾ ഇങ്ങനെ വേറെ റിലേഷൻഷിപ്പിലോ പെൺകുട്ടികൾ നല്ലൊരു ആണിനെ പോയിട്ട് കണ്ടുപിടിച്ചിട്ട് അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ തന്നെ ആണുങ്ങൾ പുറകെ വരും. അത് നല്ലൊരു സ്വീറ്റ് റിവെഞ്ച് ആയിരുന്നു. അപ്പൊ ആ പൊസസീവ്നെസ് ഒക്കെ അവര് കാണിച്ചപ്പോഴും അത് അപ്പൂപ്പനും അമ്മൂമ്മയും കാണിച്ചപ്പോ നല്ല ക്യൂട്ടായിട്ട് കാണാനായിട്ട്. ആ ഒരു ഐഡിയക്കും അപ്പൂപ്പനും അമ്മൂമ്മയുടെ പെർഫോമൻസിന് നല്ലൊരു കൈയടി. എല്ലാവരും ചിരിച്ചുപോയി. സത്യം പറഞ്ഞാൽ നമ്മൾ നല്ല ആസ്വദിച്ചു. ആൻഡ് നിങ്ങള് എൻറ്റയർ ടീം റെട്രോ റൗണ്ടിന് പറ്റിയ ഒരു നല്ലൊരു സോങ്, അധികം നമ്മളുടെ മനസ്സിൽ വരാത്തൊരു ആശയവുമായിട്ട് വന്നു. സൂപ്പർ. അപ്പൊ എന്തായാലും നെക്സ്റ്റ് റൗണ്ടിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. ഫാമിലി വെഡിംഗ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയുടെ 1ാം സ്ഥാനത്തെത്തുന്ന വിജയ്ക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. 2ാം സമ്മാനം ക്യാഷ് പ്രൈസ് ആയിട്ട് നൽകുന്നത് എലൈറ്റ് ഡെവലപ്പേഴ്സ് ബിൽഡിംഗ് ലൈഫ് സ്റ്റൈൽസ്. 3ാം സമ്മാനം ക്യാഷ് പ്രൈസ് ആയിട്ട് നൽകുന്നത് സൂപ്പർ നോവ ഫുഡ്സ്. അടുത്തതായിട്ട് സിഗ്നേച്ചർ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നത് വീണ്ടും ഒരു പാട്ടിന്റെ വിസ്മയം തന്നെയായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. കാരണം പാട്ടാണ് ഇവരുടെ ഒരു സിഗ്നേച്ചർ എന്നാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഒരുപാട് പ്രതീക്ഷയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ടീം പയ്യന്നൂർ സിസ്റ്റേഴ്സ്. പോരാനായൻ മൗനം വിങ്ങുന്നു ഹൃദയവും
സുന്ദരന്റെ വരവോർത്തിരിക്കും ഒരു സുന്ദരി പെണ്ണുനീ കാമുകന്റെ വിളി കാത്തിരിക്കും ഒരു കാമുകി പെണ്ണുനീ. പയ്യന്നൂർ സിസ്റ്റേഴ്സ്, നിങ്ങളിങ്ങനെ എന്താ പറയാ നല്ലൊരു സ്മൂത്ത് ആയിട്ട് സൂതിങ് ആയിട്ടുള്ള ഒരു പാട്ട്. കുറച്ചും കൂടി നേരം ആ പാട്ട് പോയത് ഞാൻ ഇങ്ങനെ ഉറങ്ങി പ്രയാർത്ഥമായി ഉറങ്ങിപ്പോയത്. കാരണം വേറെ ഒരു ഇൻസ്ട്രുമെന്റ്സ് വേറെ ഒന്നുമില്ല, വേറൊരു സപ്പോർട്ടും ഇല്ല. നിങ്ങളുടെ വോക്കലും നിങ്ങളുടെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമായിട്ട് വേറെ എവിടെയും നമ്മുടെ കോൺസെൻട്രേഷൻ പോവാതെ നിങ്ങളെ മാത്രം നോക്കിയിരുന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഞാൻ കുറെ സമയം കണ്ണടച്ചിരിക്കുന്നത്, ഇങ്ങനെ കുറെ നേരം ഞാൻ കണ്ണടച്ച് ഇങ്ങനെ കേട്ടിരുന്നു. നല്ല രസമായിരുന്നു, നല്ല സുഖമായിരുന്നു കേട്ടോണ്ടിരിക്കാൻ. നമ്മൾ ഇതുപോലെ ഒരു യാത്രയൊക്കെ പോകുമ്പോ ഇങ്ങനെ ആരെങ്കിലൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പാട്ടൊക്കെ പാടി അല്ലെങ്കിൽ ഒരു ബീച്ചിൽ പോയി അപ്പൊക്കെ നിങ്ങളെപ്പോലെ ഒരാള് വേണം. നല്ല രസമുണ്ട്. വോയിസ് ആണെങ്കിലും ആ പാട്ടിന് ഭയങ്കര മാച്ച് ആവുന്ന വോയിസ് ആയിരുന്നു. നമ്മളിങ്ങനെ പറയില്ലേ സ്വീറ്റ് കിളിനാദം എന്നൊക്കെ പറയുന്ന പോലെ ഒരു പാട്ട്. ഗംഭീരമായി. നമുക്ക് നോക്കാം അടുത്ത റൗണ്ട് എങ്ങനെയാണ് എന്നുള്ളത്. ഇനിയും നിങ്ങളുടെ സ്പെഷ്യൽ പെർഫോമൻസും ഡിബേറ്റ് റൗണ്ടും ഒക്കെ ബാലൻസ് ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. Thank you.